അടുത്ത നമ്മൾ 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്സ് സെറ്റ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് സച്ച് ദാറ്റ് എക്സ് വൈ സെഡ് ബിലോങ്സ് ടു സെഡ് ആൻഡ് എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ 42. എന്താണ് എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ 42 ആണ്. അതേപോലെ എന്താണ് എക്സ് കോമ വൈ കോമ സെഡ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണെന്ന് അറിയാം അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ്. അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അവിടുത്തെ പ്രത്യേകം എന്താണ്, എക്സ് കോമ വൈ കോമ സെഡ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ്. എടാ ഇവിടെ ഇത് വൈയും ഇത് സെഡും ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നു ചെയ്യാൻ. ഇപ്പൊ അങ്ങനെയല്ല, ഇതെന്താണ് എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ 42 ആണ്. ഓക്കെ, സോ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം സെഡിന് ഞാൻ ഓരോ വാല്യൂ കൊടുക്കാണ് അല്ലെ. സെഡിന് ഞാൻ പോസിബിൾ ആയിട്ടുള്ള ആരൊക്കെയാണ്, എടാ എക്സ് വൈ സെഡ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പൊ ആദ്യം ഞാൻ സെഡിന് 0 കൊടുക്കുക. എടാ സെഡ് 0 ആയാലും ഇക്വേഷൻ എന്തായി മാറും, എക്സ് പ്ലസ് 2y സെഡ് 0 ഇത് 0 ആയി പോയില്ലേ, ബാക്കി ആരാ 42 അല്ലേ. അങ്ങനെ വൈ ആരടാ, വൈ എന്ന് പറഞ്ഞാല് 42 മൈനസ് എക്സ് ബൈ 2 അല്ലേ. ഒന്നുമില്ല, ഇതിങ്ങനെ പോയി 42 മൈനസ് എക്സ് ബൈ 2 അല്ലേ വരെ വൈ അല്ലെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ സെഡ് ഈക്വൽ ടു 0 ആകുമ്പം എത്ര വൈകൾ അവിടെ പോസിബിൾ ആണ് പറയാൻ മനസ്സിലായോ. സെഡ് ഈക്വൽ ടു 0 ആകുമ്പം എത്ര വൈ അവിടെ പോസിബിൾ ആണ്. നമുക്കറിയാം എക്സും വൈയും സെഡും ഇൻഡിജേഴ്സ് അല്ല മക്കളെ. എക്സും വൈയും സെഡും എന്താണ് ഇൻഡിജേഴ്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ വൈ ഇൻഡിജർ ആവണ്ടേ. ആ വൈ ഇൻഡിജർ ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും, 1 കൊടുക്കാൻ പറ്റുമോ, പറ്റില്ല. എന്തുകൊണ്ടാ, 42 മൈനസ് 1 41 ആണ്. 41/2 എന്ന് പറഞ്ഞാൽ വൈ ഇൻഡിജർ ആവൂല അല്ലെ. സോ ഇൻഡിജർ ആവണമെങ്കിൽ എക്സ് ഒരു ഈവൻ നമ്പർ ആവണ്ടേ. അങ്ങനെ ആയാൽ മാത്രമല്ല 42 മൈനസ് ഈവൻ നമ്പർ ആവുള്ളൂ. അതേ ബൈ 2 ഒരു ഇൻഡിജർ കിട്ടുള്ളൂ. അപ്പൊ വൈക്ക് കൊടുക്കാവുന്ന വാല്യൂസ് എന്താ, വൈ 0 ആവാം, പ്രശ്നമല്ല. പിന്നെയോ 2 ആവാം, 4 ആവാം, 6 ആവാം, എവിടെ വരെ പോവാം, 42 വരെ പോവില്ലേ. കാരണം എന്താ, 42 കൊടുത്താൽ 42 മൈനസ് 42 0 ആയി മാറില്ലേ അല്ലെ. 44 പറ്റുമോ, 44 കൊടുത്താൽ 42 മൈനസ് 44 നെഗറ്റീവ് നമ്പർ ആവില്ലേ. ഒരിക്കലും വൈ എന്താ നെഗറ്റീവ് ആവില്ല, കാരണം എന്താ വൈ പോസിറ്റീവ് അല്ലേ എപ്പോഴും. കിട്ടിയാലോ. അങ്ങനെയെങ്കിൽ ഇത് എത്ര പേരുണ്ട്, എടാ ഇവിടെ 21 പേരുണ്ടാവും, പ്ലസ് 1 അല്ലേ. സോ ഇതെന്താണ് 22 പേരാണ് ഇവിടെ ഉള്ളത് അല്ലെ. അവ സെഡ് 0 ആവുന്ന എത്ര കേസ് ഉണ്ട്, 22 കേസ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാ, സെഡിന് 1 കൊടുക്കുക. സെഡിന് 1 കൊടുത്ത് എന്തായി മാറും, എക്സ് പ്ലസ് 2y എന്താടാ, എടാ സെഡിന് വന്നത് 3 ആവൂലേ. 42 മൈനസ് 3 ആവൂലേ. വാട്ട് ഈസ് 42 മൈനസ് 3, 39 അല്ലേ അല്ലെ. അപ്പൊ വൈ എന്താ, വൈ ഈസ് അഗെയിൻ 39 മൈനസ് എക്സ് ബൈ 2 അല്ലെ. ഇനി പറ ഇവിടെ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്താ, 0 കൊടുക്കാൻ പറ്റുമോ. 0 കൊടുത്താൽ 39/2 ഇൻഡിജർ അല്ലല്ലോ. അപ്പൊ ആരെ കൊടുക്കാം, 1 കൊടുക്കാം, 3 കൊടുക്കാം. ഓഡ് നമ്പറിൽ കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ വെച്ചാൽ 1 കൊടുത്താൽ 38/2 ആണ് അല്ലെ, 3 കൊടുത്താൽ 36/2 ആണ്. അപ്പോഴല്ലേ ഇൻഡിജർ കിട്ടുള്ളൂ. അപ്പൊ കൊടുക്കാൻ പറ്റുന്ന വാല്യൂ വരിക 1 കൊടുക്കാം, 3 കൊടുക്കാം, 5 കൊടുക്കാം, അവസാനം ആരാ 39 കൊടുക്കാം അല്ലെ. എത്ര പേരുണ്ട് അവിടെ, 20 ആൾക്കാരല്ലേ, 20 ആൾക്കാരല്ലേ. ഇവിടെ എത്ര പേരുണ്ട്, 20 പേരുണ്ട് അല്ലെ. 1 3 5 അപ് ടു 39 എന്ന് പറഞ്ഞാൽ 20 പേരുണ്ട്, നമുക്കറിയാം. ഓക്കെ, ഇനി അടുത്ത ആരാ, സെഡ് ഈക്വൽ 2 കൊടുക്കാം. അപ്പൊ എക്സ് പ്ലസ് 2 എന്തായാലും, എടാ ഇവിടെ 42 ആയി, 39 ആയി. ഇനി 3 കുറച്ചാൽ പോരെ, 3 കുറച്ച് പോയാൽ പോരെ. അല്ലാണ്ട് എല്ലാം ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവശ്യമുണ്ടോ, ഇല്ല. 3 കുറച്ച് പോകും. അപ്പൊ എന്തായി 36. അപ്പൊ എന്താ 36 മൈനസ് എക്സ് ബൈ 2. അപ്പൊ ഇനി എന്താ, എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്താ, ഈവൻ നമ്പേഴ്സ് അല്ലേ. 36 മൈനസ് എക്സ് ബൈ 2 ഇൻഡിജർ ആവണമെങ്കിൽ എക്സ് എന്താവും, ഈവൻ നമ്പർ ആണോ. ആരൊക്കെ ആവാം, 0 ആവാം, 2 ആവാം, 4 ആവാം, 6 ആവാം, എക്സെട്ര എവിടെ വരെ പോവാം, 36 വരെ പോവാം. ഇത്രയും 18 പേരുണ്ട്, പ്ലസ് 1 19 പേരുണ്ടാവും അവിടെ, 19 പേരുണ്ടാവും അവിടെ. ഓക്കെ, അടുത്ത കേസ് എന്താ, സെഡിന് 3 കൊടുക്കാം. സെഡ് 3 കൊടുത്ത എന്തായി, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 36 ആയില്ലേ. വൈ എന്താ, സോറി 33 ആയില്ലേ അല്ലെ. ഒന്ന് ആലോചിച്ചേക്കാ, 3 കൊടുക്കുമ്പോ 3 × 3 9 ആയില്ലേ. 42 മൈനസ് 9 എന്താ 33 ആവില്ലേ അല്ലെ. ഒന്നില്ലെങ്കിൽ 3 കുറച്ച് പോയാൽ മതി, എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ വൈ എന്താ വരിക, ഹിയർ വൈ ഈസ് 33 മൈനസ് എക്സ് ബൈ 2
അല്ലെ? അപ്പൊ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്താ? എഗെയിൻ ഓഡ് നമ്പേഴ്സ് അല്ലേ? ആരൊക്കെ വരാം? 1 വരാം, 3 വരാം, 5 വരാം, എക്സെട്ര 33 വരെ വരാം അല്ലെ? അപ്പൊ എത്ര പേരുണ്ട്? 34/2 അല്ലേ വരാം? സോറി 17 അല്ലേ വരാം? n+1/2 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ 17 പേരാണ് അവിടെ വരിക. ഓക്കെ, സോ അടുത്ത ആരാ? സെഡിന് 4 കൊടുക്കാം. അപ്പൊ കുറെ കേസ് ഉണ്ട് കേട്ടോ. മാക്സിമം എല്ലാ കേസും എഴുതി വെക്കാം. ഓക്കെ, സെഡ് 4 കൊടുത്താൽ പറയും സെഡ് 4 കൊടുത്താൽ x+2y ഈക്വൽ വരാ. എടാ 33 - 3 എന്താ വരാ? 33 വരാ അല്ലെ? y എന്ത് വരാ? y is 30 - x/2. y is 30 - x/2 ആയാൽ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരാ? എടാ 30 - x/2 ഇന്റിജർ ആവണമെങ്കിൽ എന്താ? x ഈവൻ നമ്പേഴ്സ് ആണ്. ആരൊക്കെ ആവാം? 0 ആവാം, 2 ആവാം, 4 ആവാം, 6 ആവാം, 30 ആവാം. ഇവിടെ 15 പേരുണ്ട്. പ്ലസ് 1 എത്രയാ? 16 പേരുണ്ടാവും അവിടെ അല്ലെ? അടുത്ത കേസ് എന്താ? z = 5. z = 5 കൊടുത്താൽ അഗെയിൻ x+2y = ആരാ? 27 ആണ്. അപ്പൊ y ആരാ? 27 - x/2. കൊടുക്കാവുന്ന വാല്യൂസ് 1, 3, 5, 7 എക്സെട്ര എവിടെ വരിക? 27 ആണ്. ഇവിടെ എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും അല്ലെ? ഇങ്ങനെ കണ്ടിന്യൂ കേട്ടോ. z6 ആയാൽ ഞാൻ പറയുന്നില്ല, x+2y = എന്താകും? 24 ആകും. y എന്താകും? 24 - x/2 ആകും. എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്താ? ഈവൻ നമ്പേഴ്സ് ആണ്. ആരൊക്കെ വരും? 0, 2, 4, 6 എവിടെ വരിക? 24 വരെ അല്ലെ? ഇവിടെ 12 പേരുണ്ട്. എക്സ്ട്രാ 1 അപ്പൊ എത്ര പേരാ? 13 പേര്. ദെൻ അടുത്ത ആരാ? z7. അപ്പൊ എന്താവും? x+2y = ആരാവും? 21 ആവും. y എന്താണ്? 21 - x/2 ആവും. അപ്പൊ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരൊക്കെയാ? 1 ആകാം, 3 ആവും, 5 ആവും. എവിടെ വരിക? 21 വരെ. എത്ര പേരുണ്ടാവും? 12 പേര്. സോറി 22/2 11 പേര് അല്ലെ? അടുത്ത 11 പേര്. ഇവിടെ 11 പേര്. അടുത്ത z = 8. അപ്പൊ എന്താ? x+2y ഇത് 21 ആയതുകൊണ്ട് ഇവിടെ എന്താവും? 18. y എന്താ? 18 - x/2. എക്സിന് കൊടുക്കുന്ന ഈവൻ നമ്പർ 0, 2, 4 എക്സെട്ര 18. ഇവിടെ 9 പേര് പ്ലസ് 1 10 പേര്. ഓക്കെ, നെക്സ്റ്റ് വൺ z = 9. അപ്പൊ എന്താ? x+2y = 15. y ആരാ? 15 - x/2. അപ്പൊ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരൊക്കെയാ? 1 വരാം, 3 വരാം, എക്സെട്ര 15 വരാലോ. എത്ര പേരുണ്ടാവും? 8 പേരുണ്ടാവും അല്ലെ? നെക്സ്റ്റ് വൺ z = 10. അപ്പൊ എന്തുവരും? x+2y = ആരാ? 12. y ആരാ? 12 - x/2. എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരൊക്കെയാ? 0 ആവാം, 2 ആവാം, 4 ആവാം, 6 ആവാം. എവിടെ വരെ പോവാം? 12 വരെ പോവാം അല്ലെ? ഇവിടെ 6 പേരില്ലേ? പ്ലസ് 1 എത്രയാ? 7. കഴിഞ്ഞില്ല. 10. z10. ഇനടുത്തതാ z11 ആവാം അല്ലെ? z11 ആയാൽ അപ്പൊ എന്തായി? z11 ആയാൽ നമുക്കറിയാം x+2y 9 ആയാലോ. x+2y 9 ആയാൽ y എന്താ? 9 - x/2 അല്ലേ? അപ്പൊ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആരൊക്കെയാ? 1 ആകാം, 3 ആവാം, 5 ആവാം, 7 ആവാം, 9 ആവാം അല്ലെ? എല്ലാരും എഴുതാൻ പറ്റിയ അവിടെ തന്നെ. അപ്പൊ എത്ര 5 പേര്. 5 പേര് അവിടെ. 5 പേരാണ് അവിടെ ഉള്ളത് അല്ലെ? അടുത്ത z = 12 ആവാം. z 12 ആയാൽ x+2y = 6 ആണ്. അപ്പൊ y ആരാ? 6 - x/2 ആണ്. അപ്പൊ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആയിരിക്കാ? എടാ എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ y ഇന്റിജർ ആണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അല്ലെ? അപ്പൊ എന്താവാം? 0 ആവാം, 2 ആവാം, 4 ആവാം, 6 ആവാം. 4 പേര്. ദെൻ നെക്സ്റ്റ് വൺ z = 13. അപ്പൊ എന്താവും? x+2y = 3 ആകും. y എന്താകും? 3 - x/2 ആകും. എക്സിന് കൊടുക്കാവുന്ന വാല്യൂസ് ആയിരിക്കാ? 1 ആകാം, 3 ആകാം അല്ലെ? 1 ഉം 3 മാത്രമേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ എന്താവും? 2 പേര്. ലാസ്റ്റ് വൺ z = 14 ആകാം. z 14 ആയ എന്താവും? x+2y = 0 അല്ലേ? അപ്പൊ y എന്താടാ? -x/2 അല്ലേ? അപ്പൊ എക്സിന് കൊടുക്കാവുന്ന ഒരേ ഒരു വാല്യൂ ആരാ? 0 മാത്രല്ലേ? അപ്പൊ അവിടെ ഒരു വാല്യൂ. ഇതാണ് പോസിബിൾ ആയുള്ള എല്ലാ കേസും നമ്മൾ എഴുതി. ഇനി എല്ലാം ആഡ് ചെയ്ത പോലെ എന്തായാലും 22 + 20 42, 51 61, 68 78, ദെൻ 84 94, 92 108, 111, 121, 132, 142, 150, 157,
162, 166, 168, 169 ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, സോ എല്ലാ കേസും എഴുതേണ്ടത് അവിടെ അത്യാവശ്യമാണ്. ഇതാണ് അവിടെ ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.